സോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഗൈസ് കഴിഞ്ഞ ദിവസം ഞാൻ പാൽ വേൾഡിൻ്റെ ഒരു എപ്പിസോഡ് ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിൻ്റെ ഇത് സ്പേസ് ഉള്ളതുകൊണ്ട് എനിക്ക് ഈ ചാനൽ അപ്ലോഡ് ചെയ്യേണ്ടതുകൊണ്ട് അത് ഡിലീറ്റ് ചെയ്ത് ഡൗൺലോഡ് ചെയ്യാൻ നോക്കിയിട്ട് അത് പറ്റുന്നില്ലായിരുന്നു കേട്ടോ ഗൈസ്. സോ അത് അതിൻ്റെ സെക്കൻഡ് പാർട്ട് വരുമെന്ന് ഞാൻ നോക്കിയിട്ട് പറയാം ഗൈസ്. കുറച്ച് ലേറ്റ് ആകുന്നതിന് സോറി കേട്ടോ. സോ ഗൈസ് ഞാനിന്ന് മൈൻക്രാഫ്റ്റിന് പകരം അതിൻ്റെ അതേ ഇതിലുള്ളൊരു കോപ്പി ആയിട്ടുള്ള സോ ഗൈസ് ഞാൻ എന്തായാലും സ്കിൻസിലൊന്ന് നോക്കുകയാണ് കേട്ടോ. അലക്സ്, സ്റ്റീഫ്, കോസ്റ്റം, ഇതിൽ എനിക്കിപ്പോൾ ഇഷ്ടപ്പെട്ട ഇവനെ കേട്ടോ ഗൈസ്. ഇവൻ്റെ കുറേ സ്യൂട്ടുണ്ട്. സോ ഗൈസ് ഞാൻ ഇവനെ തന്നെയാണ് എടുക്കുന്നത്. ബാക്ക് കൊടുക്കുകയാണ്, പ്ലേ കൊടുക്കുകയാണ് കേട്ടോ ഗൈസ് ഞാൻ. അപ്പം ന്യൂ കൊടുക്കുന്നുണ്ട്. ഞാൻ സർവൈവലാട്ടോ ഗൈസ് കൊടുക്കുന്നത്. സോ നമ്മളിവിടെ സ്പോൺ ആയിട്ടുണ്ട്. സോ ഞാൻ കട്ടിന്ന് പൊട്ടിച്ച് നോക്കട്ടെ ഗൈസ്, മൈൻക്രാഫ്റ്റ് പോലുണ്ടോ. ഇത് എക്സാക്ട്ലി മൈൻക്രാഫ്റ്റ് കേട്ടോ ഗൈസ്. നിങ്ങൾക്ക് മൈൻക്രാഫ്റ്റ് കളിക്കാൻ പൈസ ഇല്ലെങ്കിൽ ഇത് ഡൗൺലോഡ് ചെയ്ത ഗൈസ്. അതിൻ്റെ ഡിക്റ്റോ കോപ്പിയാണ് ഗൈസ്. അതിലുള്ള എല്ലാം കോപ്പി അടിച്ചിട്ടുണ്ട്. സോ ഗൈസ് ഞാനവിടെയുള്ള മരമൊക്കെ വെട്ടിയെടുക്കുകയാണ് ഗൈസ്. എനിക്ക് മൈൻക്രാഫ്റ്റ് കളിക്കാൻ അറിയുന്നതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ക്രാഫ്റ്റിംഗ് ടേബിളും ഷവലും അതൊക്കെ ഉണ്ടാക്കട്ടെ ഗൈസ്. സോ നമ്മൾ എത്താനായിട്ടുണ്ട് കേട്ടോ ഗൈസ്. സോ നമ്മളിവിടെ എത്തിയിട്ടുണ്ട് ഗൈസ്. സോ ഞാനെന്തായാലും ഈ മരം ഒന്ന് മുറിച്ചെടുക്കട്ടെ. സോ ഞാനിത് ഈ മരത്തിൽ മൊത്തം വെട്ടിയെടുക്കുകയാണ് കേട്ടോ ഗൈസ്. സോ ഞാൻ ഇതിൽ 3 വുഡ് കിട്ടിയിട്ടോ ഗൈസ്. എനിക്ക് ഇവിടെയും കുറേ ഇതൊക്കെ ഉണ്ട് കേട്ടോ ഗൈസ്, വുഡ്. സോ അയ്യോ ഞാൻ വെള്ളത്തിനടി മുങ്ങിപ്പോയി ഗൈസ്. സോ ഞാനിതിൽ കയറാൻ നോക്കുകയാണ്. സോ ഇതിലെന്താണെന്നറിയില്ല, നല്ല ലാഗ് ഉണ്ട്. സോ ഞാനിങ്ങനെ പൊട്ടിച്ചിട്ട് കയറിയിട്ടുണ്ട് കേട്ടോ ഗൈസ്. ഞാൻ ഇതൊന്ന് വെട്ടിയെടുത്തേക്കട്ടെ, ഈ വുഡ്. സോ ഞാനിതിലോട്ട് ചാടുകയാണ് ഗൈസ്. ഈ മരത്തിൻ്റെ സോ ഇത് ഞാൻ മൊത്തം വെട്ടുകയാണ് ഗൈസ്. സോ എനിക്ക് ഇപ്പോൾ 6 വുഡ് കിട്ടിയിട്ടുണ്ട്. ഞാനിപ്പോൾ അത് വെച്ച് എന്തെങ്കിലും ക്രാഫ്റ്റ് ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. ക്രാഫ്റ്റ് ഓക്കെ, ഒരു സ്റ്റിക്ക് ക്രാഫ്റ്റ് ചെയ്ത് ഒരു ക്രാഫ്റ്റിംഗ് ടേബിളും ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട് ഗൈസ്. സ്റ്റിക്ക് ഞാനിപ്പോൾ കുറേ എണ്ണം ക്രാഫ്റ്റ് ചെയ്തിട്ടാണ്. സോ ഞാൻ എന്തായാലും സ്റ്റിക്കും കുറേ ക്രാഫ്റ്റ് ചെയ്യാണ്. ഇപ്പം എൻ്റെ ഉള്ള ഐറ്റംസ് ഒക്കെ തീർത്തിട്ടോ. ഞാൻ ക്രാഫ്റ്റിംഗ് ടേബിൾ ഇവിടെ വെച്ചിട്ട് ഇതിൽ എന്തൊക്കെ എനിക്കിപ്പോൾ ക്രാഫ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ലാഡർ ഞാൻ ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്, 3 ലാഡർ. ഇതിൽ എനിക്കിപ്പോൾ വെപ്പൺസ് ഒന്നും ക്രാഫ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല കേട്ടോ ഗൈസ്. സോ വെപ്പൺസ് ഒക്കെ ഞാൻ നോക്കുന്നുണ്ട്. സോ ഞാൻ ഇതിൽ തന്നെയാണ് നോക്കുന്നത് ഗൈസ്. വെപ്പൺസ് ഒന്നും കാണുന്നില്ല. വുഡൻ സ്വാഡ്, ഇതിനെന്തൊക്കെയാണ് വേണ്ടത്? ഇങ്ങനെ എന്തോ മെറ്റീരിയൽ വേണം കേട്ടോ ഗൈസ്. സോ ഞാൻ ക്രാഫ്റ്റിംഗ് ടേബിളും വെട്ടിയെടുക്കുകയാണ്. ക്രാഫ്റ്റിംഗ് ടേബിൾ നമ്മൾ എവിടെ പോകുമ്പോഴും കൂടെ കൊണ്ടുപോകണം കേട്ടോ ഗൈസ്. നിങ്ങൾ മൈൻക്രാഫ്റ്റ് അല്ലെങ്കിൽ ക്രാഫ്റ്റ് കൊണ്ടോ വല്ലതും കളിക്കുകയാണെങ്കിൽ നിങ്ങൾ എപ്പോഴും ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കിയാൽ. സോ ഞാൻ ഈ കോഴീനെ വെട്ടിക്കൊല്ലുകയാണ്. ഈ കോഴീനെ വെട്ടിയപ്പോൾ ആ കോഴി ഓടുന്നുണ്ട്. ഇതിൽ പക്ഷേ എല്ലാം പെട്ടിയാട്ടോ ഗൈസ്. ഇതായത് സൂര്യൻ വരെ പെട്ടിയാണ്. എനിക്ക് 2 ഫെദർ കിട്ടി. സോ ഇതിൽ എനിക്കിപ്പോൾ എന്തെങ്കിലും ക്രാഫ്റ്റ് ചെയ്യാൻ പറ്റും നോക്കട്ടെ.
ഞാൻ എന്തായാലും ഇവിടെ ക്രാഫ്റ്റിംഗ് ടേബിൾ വെച്ച് നോക്കട്ടെ കേട്ടോ ഗൈസ്. ഇതിൽ എനിക്കിപ്പോൾ എന്തായാലും ക്രാഫ്റ്റ് ചെയ്യാൻ പറ്റും. ഇതിന് ഇതെന്താ ഫ്ലിൻറ്റ് വേണം ഗൈസ്, ആരോ ക്രാഫ്റ്റ് ചെയ്യണേ. എൻ്റെ ഇപ്പോൾ ഒന്നും ക്രാഫ്റ്റ് ചെയ്യാൻ കയ്യിൽ സാധനമില്ല ഗൈസ്. സത്യം പറഞ്ഞാൽ എനിക്കൊന്നും ക്രാഫ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഗൈസ്. സോ ഞാൻ എന്തായാലും ഈ മലമുകളിലോട്ട് കയറുകയാണ്. സോ ഗൈസ്, വേറെ നല്ല ഗെയിംസൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ ഇടുക, ഞാൻ കളിക്കുന്നതായിരിക്കും. സോ ഇത് മൈൻക്രാഫ്റ്റ് പോലെ തന്നെ ഉണ്ട് കേട്ടോ ഗൈസ്. ക്രാഫ്റ്റിംഗ് ടേബിൾ ഞാൻ ഒരു കാര്യമില്ലാണ്ട് ഇവിടെ എത്തി. സോ ഞാനിവിടെ താഴേക്കൊന്ന് ഇറങ്ങിയിട്ട് ഈ മരം വെച്ച് നമുക്ക് എന്തെങ്കിലും ക്രാഫ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കട്ടെ കേട്ടോ ഗൈസ്. ഫസ്റ്റ് ഇനി ഇത് വെട്ടിയെടുക്കട്ടെ. ഈ മരം വെച്ച് കാര്യമുണ്ടോയെന്ന് എനിക്കറിയില്ല കേട്ടോ. ക്രാഫ്റ്റിംഗ് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനത്തെ എന്തോ സാധനം ക്രാഫ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. സോ എൻ്റെ കയ്യിൽ 41 സ്റ്റിക്ക് ഉണ്ട് കേട്ടോ ഗൈസ്. ഞാനപ്പോൾ ഇവിടെ ഒന്ന് ക്രാഫ്റ്റിംഗ് ടേബിൾ വെച്ചിട്ട് ഇതിൽ എന്തെങ്കിലും ക്രാഫ്റ്റ് ചെയ്യാൻ പറ്റും. എനിക്കിപ്പോൾ ലാഡർ മാത്രമേ ക്രാഫ്റ്റ് ചെയ്യാൻ പറ്റൂ കേട്ടോ ഗൈസ്. ഓക്കെ, എല്ലാം കഴിഞ്ഞു ഗൈസ്. എൻ്റെ കയ്യിലുള്ള ഇപ്പോൾ 6 സ്റ്റിക്കാണ്. ബോ ആൻഡ് ആരോ ചെയ്യണേൽ സ്പൈഡറിനെ കൊല്ലണം ഗൈസ് നമ്മൾ. ഇതൊക്കെ വേണേൽ എന്ത് ചെയ്യണം, ഈ കട്ട വേണം ഗൈസ്, ഇതെന്തൊക്കെ വേണേലും. സോ ഞാനിതിൽ അത് വെട്ടിയെടുത്തിട്ട് ഓടിപ്പോയി കുറച്ച് വുഡ്സ് വെട്ടിയെടുക്കട്ടെ ഗൈസ്. ക്രാഫ്റ്റിംഗ് ടേബിൾ എടുത്തിട്ടില്ലോ. ക്രാഫ്റ്റിംഗ് ടേബിൾ എടുക്കാതെ ഒരു കളിയും നടക്കൂല ഗൈസ്. ഈ ഡേർട്ട് വെച്ചെന്തെങ്കിലും ക്രാഫ്റ്റ് ചെയ്യാൻ പറ്റുമെന്നൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ ഗൈസ്. എനിക്കിതിനുള്ള ഇൻഗ്രീഡിയൻസ് ഇല്ല. സോ ഗൈസ്, ഞാൻ ഇപ്പുറത്തെ ഇവിടെയൊക്കെ എക്സ്പ്ലോർ ചെയ്തു. ഇനി എവിടെയെങ്കിലും എക്സ്പ്ലോർ ചെയ്യാനുണ്ടോ നോക്കട്ടെ. ഓ, ഇവിടെ ഒരു മല തന്നെ ഉണ്ട് ഗൈസ് എക്സ്പ്ലോർ ചെയ്യാൻ. ഗൈസ്, അപ്പം ഇതാണോ എന്ന് എനിക്ക് ചെറിയൊരു ഡൗട്ട് ഉണ്ട്. ആ കറുത്ത സാധനം നിങ്ങൾക്ക് അറിയുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ ഗൈസ്. മൈൻക്രാഫ്റ്റിനോ അല്ലെങ്കിൽ ക്രാഫ്റ്റ് വേൾഡിനെ കുറിച്ചോ. സോ ഇതൊന്നും എനിക്ക് കിട്ടുന്നില്ല കേട്ടോ ഗൈസ്. സോ ഞാനിതെന്തായാലും വെട്ടിയെടുത്തിട്ടുണ്ട്. അതെൻ്റെ കയ്യിൽ കിട്ടുന്നില്ല കേട്ടോ ഗൈസ്. ഈ സാധനമാണോ എന്ന് എനിക്ക് നല്ല ഡൗട്ടുണ്ട് ഗൈസ്. ഇതെന്താണെന്നറിയില്ല, പക്ഷെ കൈ കിട്ടുന്നില്ല ഗൈസ്. സോ ഗൈസ്, ഇത് കിട്ടുന്നില്ല കേട്ടോ ഗൈസ് കയ്യിൽ. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ആ കറുത്ത സാധനം എന്താണെന്ന്, ഇതിനാവശ്യമുള്ള. സോ ഞാൻ ഈ മലമുകൾ കയറുകയാണ്. സോ ഞാനിവിടെ ഇറങ്ങി ഗൈസ്. ഇത് ഒത്തിരി റൂട്ടുണ്ട് കേട്ടോ ഇതിൽ. ഞാൻ വിചാരിച്ചതിൽ കുറച്ച് എക്സ്പ്ലോർ ചെയ്യാനുണ്ടാവും എന്നൊക്കെയാണ് കേട്ടോ. ഗൈസ്, ഞാനിത് കളിക്കുന്ന കുറേ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട്. സോ ഞാനിതിൻ്റെ മുകളിൽ കയറാൻ നോക്കാണ് കേട്ടോ ഗൈസ്. അയ്യോ ഗൈസ്, ഇത് കയറുന്നില്ല. ഇതെന്താണെന്നറിയില്ല. അയ്യോ, വെള്ളത്തിൽ ഞാൻ വീണ്. സോ വെള്ളത്തിൽ ഈ മലമുകളിൽ എനിക്ക് കയറാൻ പറ്റുന്നില്ല കേട്ടോ ഗൈസ്. ഞാൻ മാക്സിമം ശ്രമിച്ചു നോക്കി. ഈ സാൻഡ് കൊണ്ട് എന്താ ഉപകാരം? ഒരു ഉപകാരമില്ല ഗൈസ്. ഗൈസ്, ഇത് എന്ത് ക്രാഫ്റ്റ് ചെയ്യണേലും ഇത് ആവശ്യമുള്ളൂ.
സ്റ്റോണ്. ഗൈസ് സ്റ്റോൺ എവിടെയാണുള്ളത് അറിയുന്ന ആൾക്കാരുണ്ടെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ ഗൈസ്. സോ നമുക്ക് മുങ്ങാം. ഇതിൻ്റെ അടിയിൽ എന്താ ഉള്ളത്? ഒന്നും കാണാനില്ല ഗൈസ്. സോ ഗൈസ് ഇതിൽ കഴിക്കാൻ പറ്റുമെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ ഫുഡ്. ഇത് സർവൈവൽ മോഡിൽ ഇട്ടാണ് കടിക്കുന്നത്. നമുക്കിതിലൊന്ന് ഡെഡ് ആവണം ഗൈസ് എങ്ങനെയും. എന്നിട്ട് നമുക്ക് ക്രിയേറ്റീവ് മോഡൊന്ന് ഇട്ട് കളിച്ചു നോക്കണം ഗൈസ്. സോ ഗൈസ് ഞാൻ ഹെൽത്ത് പറയാൻ മാക്സിമം ശ്രമിക്കുകയാണ് ഗൈസ്. നമ്മുടെ ഹെൽത്ത് നല്ലോണം പോകുന്നുണ്ട് ഗൈസ്. ഞാനതിൽ ചത്തിട്ട് ക്രിയേറ്റീവ് മോഡ് ഇട്ട് കളിച്ച് നോക്കാൻ വിചാരിക്കുകയാണ് ഗൈസ്. യു ഡൈഡ് റീസ്പോൺ. ഓ ഗൈസ് ചെറിയൊരു പ്രശ്നം പറ്റിപ്പോയി. ഞാനപ്പോൾ ഇങ്ങനെ അടിച്ചാൽ ഓപ്ഷൻസ് വരും, ബാക്ക്, ക്വയറ്റ്, ടൈറ്റിൽ. സോ ഗൈസ് ടൈറ്റിൽ ഞാൻ എത്തിയിട്ടുണ്ട്. പ്ലേയിൽ ന്യൂ ക്രിയേറ്റീവ് മോഡ് ഇട്ട് കളിച്ച് നോക്കുകയാണ് ഗൈസ് ഞാൻ. സോ ഗൈസ് ക്രിയേറ്റീവിൽ വന്നപ്പോൾ തന്നെ നമുക്ക് എല്ലാം ഉണ്ട് കേട്ടോ ഗൈസ്. ഇത് നോക്കിക്കേ ഗൈസ്, നമുക്കിതിലെല്ലാം ഉണ്ട്. സോ ഇതിൽ TNT ഉണ്ട് ഗൈസ്. നമുക്ക് ഞാൻ TNT എടുത്തിട്ടുണ്ട്. TNT കത്തിക്കാനുള്ള സാധനം എടുത്തിട്ടുണ്ട് ഗൈസ്. അപ്പം ഞാനിവിടെ ഒരു TNT മേളം നടത്തിയിരിക്കട്ടെ ഗൈസ്. നിങ്ങൾക്ക് പിന്നെ മൈൻക്രാഫ്റ്റിനെ കുറിച്ചോ ഇതിനെക്കുറിച്ചോ വല്ലതും അറിയുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ പറയാം. സോ ഞാൻ അവിടെ തീരാണ്. അതിൻ്റെ മുകളിൽ ഇത് ഞാനിത് മൊത്തം പൊട്ടിക്കാണ് ഗൈസ്. ഗൈസ് ഇവിടെ TNT പൂരം നടന്നു ഗൈസ്. ഞാനീ ഇങ്ങനത്തെ കുഴികളിലൊക്കെ തീയിടുകയാണ് ഗൈസ്. ഗൈസ് നമുക്ക് ലാവേൻ്റെ ബക്കറ്റ് ഉണ്ടോ അതൊന്ന് നോക്കട്ടെ. ഉണ്ട് ഗൈസ്. സോ ഞാൻ ഇത് മാറ്റി ലാവ ബക്കറ്റ് എടുക്കട്ടെ. എന്നിട്ട് അവിടെ ലാവ ഒഴിച്ചു. സോ ഗൈസ് ഇപ്പോൾ ഇവിടെ ലാവ ആയിട്ടുണ്ട്. ഇവിടെ ലാവ ആക്കട്ടെ. എല്ലായിടത്തും ലാവയൊക്കെ ഉണ്ട് ഗൈസ്. എല്ലായിടത്തും ഗൈസ്. അപ്പോൾ ഇവിടെ ഞാൻ ലാവയാക്കിയിട്ടുണ്ട്. ഓക്കെ ഗൈസ് അതവിടെ കിടന്ന് സ്പ്രെഡ് ആയിക്കോളും. അയ്യോ ഗൈസ് പണി പാലും വെള്ളത്തിൽ കിട്ടി. സോ ഗൈസ് ഞാൻ എന്തായാലും ഇതിൻ്റെ വാട്ടർ എടുക്കുകയാണ് ഗൈസ്. വാട്ടർ സോ ഞാനത് വെള്ളം ഒഴിച്ചിട്ട് എടുക്കുകയാണ് ഗൈസ്. അയ്യോ ഇപ്പോൾ ഇവിടെ വെള്ളത്തിൻ്റെ പ്രോബ്ലമായി. ഇവിടെ ഒരു പ്രശ്നമല്ല ഗൈസ്, ഇതിൻ്റെ ഉള്ളിൽ തന്നെ കിടക്കുന്നുണ്ട്. സോ ഗൈസ് ഞാനിവിടെ ഇത് കയറാൻ നോക്കുകയാണ്. എനിക്കിത് എത്ര നോക്കിയിട്ടും കയറാൻ പറ്റുന്നില്ല. കയറി ഗൈസ്. ഗൈസ് സ്പ്രെഡായി, വാട്ടർ സ്പ്രെഡായി ഗൈസ്. ഗൈസ് അപ്പം ഞാൻ ലാവ സ്പ്രെഡ് ചെയ്യിക്കുകയാണ് ഗൈസ്. സോ ഞാനത് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട് ഗൈസ്. ഇതിൽ നമുക്ക് എല്ലാം ഉണ്ട് കേട്ടോ ഗൈസ്. ഇതെനിക്ക് സത്യം പറഞ്ഞാൽ നല്ലോണം ഇഷ്ടപ്പെട്ടു. സോ നമുക്ക് ഇതിൻ്റെ മുകളിൽ TNT വെച്ച് ഇത് തീ കൊടുക്കാം. എന്നിട്ട് ഓടാം ഗൈസ്. കാക്ടസ് പൊട്ടിപ്പോയി ഗൈസ്. എന്നിട്ട് ഇവിടെ വെള്ളം ഒലിക്കുകയാണ്. അയ്യോ സോ ഗൈസ് പണി പാലും വെള്ളത്തിൽ കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഇവിടെ ഒരു TNT, ഇവിടെ ഒരു TNTയുടെ മേളാണ് ഗൈസ്. സോ ഗൈസ് ഞാൻ ഇവിടേക്ക് ഓടി വന്ന് ഒരു TNT ഇവിടെയും വെക്കുന്നുണ്ട്. ഇതിൻ്റെ അടിയിൽ ഒരു TNT. വെയിറ്റ് ഗൈസ്, ഇവിടെ TNT ഉണ്ടല്ലോ. ഇവിടെ അടിയിലൊരു കുഴി കുത്തിയിട്ട്
ഇവിടെ ഒരു TNT വെച്ച് അതിൻ്റെ മുകളിലൊരു TNT വെക്കാം. എന്നിട്ട് നമുക്ക് നടുവിൽ ഇവിടെ ഒരു കുത്തി അതിൻ്റെ നടുവിൽ ലാവ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഉയ്യോ തീ പിടിച്ചതായിട്ടുണ്ട് ഗൈസ്. ഓ ഗൈസ് ഞാനിതിൻ്റെ മുകളിൽ കയറിക്കാണ് ഗൈസ്. ഗൈസ് അപ്പം ഞാനിവിടെ തീടുകയാണ് ഗൈസ്. എന്നിട്ട് ഇവിടെ ഒരു TNT വെച്ചിട്ടുണ്ട് ഗൈസ്. അതിപ്പോൾ തീ കത്തി പൊട്ടി തെറിക്കും ഗൈസ്. നോക്കിക്കോ. ഞാനപ്പോൾ ഇതിലുള്ള ഗൈസ് അവിടെ ഒരു ഫൗണ്ടെയിൻ പോലെ ആക്കിയിട്ടുണ്ട്. ഞാനിതിലെ കാക്ടസ് ഒക്കെ പൊട്ടിച്ചളയാണ് ഗൈസ്. ഒരു മനസ്സുഖമാണ് ഗൈസ് കാക്ടസുകൾ ഇങ്ങനെ പൊട്ടിക്കുമ്പോൾ. സോ ഞാൻ എന്നിട്ട് ഇത് ഇങ്ങനെ ആക്കും. എന്നിട്ട് ഓർഡർ ഓട്ടോടും. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ ഒരു ഇത് വെക്കും. അയ്യോ ഓ ഗൈസ് അവിടെ അത് പൊട്ടി. ഞാൻ ഇതിൻ്റെ മുകളിൽ ഒരെണ്ണം വെക്കാണ്. ഇതും കൊടുത്ത് ഗൈസ് നമുക്ക് അടുത്ത പ്രാവശ്യം TNT പൊട്ടിക്കുമ്പോൾ അതിൻ്റെ മുകളിൽ കയറി നോക്കണം ഗൈസ്. അതാണ് നമ്മുടെ അടുത്ത ലക്ഷ്യം. നമുക്ക് അതിൻ്റെ മുകളിൽ കയറുന്ന് കൊടുത്തിടാം. പൊട്ടിത്തെറിക്കുമ്പോൾ നമ്മൾ മുകളിലോട്ട് പോകാൻ നോക്കാം ഗൈസ്. ഉയ്യോ ഇത്രേ പൊട്ടിയുള്ളൂ ഗൈസ്. പക്ഷേ സോ ഗൈസ് ഈ മുയലുകളെ ഞാൻ കൊല്ലുകയാണ് ഗൈസ്. സോ ഞാനത് തീ കൊടുത്തിട്ടുണ്ട്. പൊട്ടി തെറിക്കും. നോക്കും മുയൽ ഡെഡായി ഗൈസ്. അപ്പോൾ മുയലിൻ്റെ ഇത് എനിക്ക് കിട്ടിയിട്ടുണ്ട്. സോ നമുക്ക് ഇവിടെ കയറിയിട്ട് ഇവിടെ ഒരെണ്ണം വെച്ച് പൊട്ടിക്കാം. എന്നിട്ട് ഇവിടെ തീ കൊടുക്കും. എല്ലാം പോട്ടിട്ട്. സോ ഗൈസ് ഇവിടെ വെളിച്ചം കയറി. ഞാൻ അതിനാണ് ഗൈസ് ഇവിടെ മെയിനായിട്ടും പൊട്ടിത്തെറിപ്പിച്ച്. ഉയ്യോ എനിക്കിപ്പോൾ ചാടി കയറാൻ പറ്റത്തില്ല ഗൈസ്. ഇതിൽ ലാഡർ ഉണ്ടോ ഗൈസ്? നോക്കട്ടെ. ലാഡർ യെസ് ഗൈസ് ഭാഗ്യം. അയ്യോ ഇതെന്താ ഇത് വെക്കാൻ പറ്റത്ത് ഗൈസ്? അപ്പോൾ ഞാൻ ജമ്പ് ചെയ്ത് കയറി. ഞാനപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ ജമ്പ് ചെയ്ത് ഗൈസ് ഇങ്ങനെ ഞാൻ ചെയ്തു നോക്കി ഗൈസ്. ഇത് വർക്കാകുന്നുണ്ട് കേട്ടോ ഗൈസ്. ഗൈസ് വെപ്പൺസ് പോയൊക്കെ ഇതുണ്ടാവും. അപ്പോൾ ഇതിനടുത്ത് കയ്യിൽ വെച്ചിട്ടുണ്ട് ഗൈസ്. എന്നിട്ട് മുയലുകളൊക്കെ കൊല്ലാൻ പോകണം ഗൈസ്. അപ്പോൾ ലൈക്ക് അടിക്കാത്ത സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ വേഗം സബ്സ്ക്രൈബ് ചെയ്ത് അടിച്ച് പൊളിച്ചേക്കുക ഗൈസ്. സോ ഇന്നത്തെ വീഡിയോ നമുക്ക് ഈ ഒരു TNTയും കൂടി പൊട്ടിച്ചിട്ട് ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാം. സോ ഗൈസ് ഇത് കണ്ടിന്യൂസ് ആയിട്ട് കളിക്കാൻ പറ്റില്ല കേട്ടോ ഗൈസ്. അത് നിങ്ങളോട് പറയാനോട് മറന്നുപോയിട്ടുണ്ട് ഗൈസ്. ഇത് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് കളിക്കാൻ പറ്റില്ല. കളിച്ചെടുത്ത് തന്നെ കളിക്കാൻ പറ്റില്ല. നമ്മൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. സോ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. പീസ് ഔട്ട്.